ഹലോ കൂട്ടുകാരെ, ചെമ്പനീർ പൂവിൽ ഇനി വരാൻ പോണ എപ്പിസോഡ് നമ്മളൊന്ന് അറിഞ്ഞാലോ. ചെമ്പനീർ പൂവിൽ ഇനി അടുത്ത ആഴ്ച നമ്മൾക്ക് കാണാൻ പോകുന്നത് രേവതിക്ക് തീരെ വയ്യാതെ ആവാണ്. രേവതിക്ക് പനി പിടിക്കുകയാണ്. രേവതിക്ക് പനി പിടിക്കുന്ന സമയത്ത് സച്ചി വരുന്നുണ്ട്. സച്ചി വരുന്ന സമയത്ത് രേവതി പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതിയോട് ചോദിച്ചുകൊണ്ട് എന്താണൊക്കെ ഒരു തീരെ വയ്യാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് അപ്പോൾ രേവതിയെ തൊട്ട് നോക്കുമ്പോൾ സച്ചിക്ക് തൊട്ട് നോക്കുമ്പോൾ സമയത്ത് നല്ല പനി. അപ്പോൾ രേവതിയോട് പറയുന്നുണ്ട് ഇപ്പോൾ റൂമിൽ കിടക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ റൂമിൽ പോയി കിടത്തുന്നുണ്ട്. റൂമിൽ കിടക്കുമ്പോഴേക്കും ശ്രുതിയും കൂടി വന്നിട്ട് തമ്മിൽ അവരുടെ റൂമിൽ കയറി കിടക്കൊണ്ട് വയ്യാതെ. അപ്പോഴേക്കും ഞങ്ങൾ വരുമ്പോഴേക്കും ഞങ്ങളുടെ റൂം കൈ കയറി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും നല്ല ദേഷ്യപ്പെടുന്ന രേവതിയോട്. അപ്പോൾ എന്തായാലും രേവതി നീട്ട് വരുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുക്കേണ്ടത് രേവതി ഹാളിൽ കിടക്കണ്ട, രേവതിയും ചന്ദ്രയും ശ്രുതിയും കൂടി പോയി റൂമിൽ കിടക്കാനും അപ്പുറത്തെ റൂമിൽ നമ്മളെ രവിയും സൂതിയും സച്ചിയും കൂടിയും കിടക്കുന്നുണ്ട്. അങ്ങനെ കടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ രേവതിയൊക്കെ കിടക്കുന്ന സമയത്ത് ചന്ദ്ര ഭയങ്കര കൂർക്കം വലിയാണ് കേട്ടോ. ചന്ദ്ര കൂർക്കം വലിയുടെ ശബ്ദം കേട്ടിട്ട് ശ്രുതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ശ്രുതി കുറേ തലേണ വെക്കുന്നുണ്ട്. അവൾക്ക് ആകെ ശ്വാസം മുട്ടുണ്ട്. അവസാനം എന്തായാലും രാവിലെ ആവുന്നുണ്ട്. എന്തായാലും പിന്നെ അങ്ങനെ രേവതിനെ ആസ്പത്രിയിൽ കൊണ്ടുപോകാൻ സച്ചി തീരുമാനിക്കുന്നുണ്ട്. രാവിലെ ആകുമ്പോൾ ചന്ദ്ര കുറേ ദേഷ്യപ്പെടുന്നുണ്ട്. അവൾ ഒരു പണി എടുക്കാത്തതുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയിട്ടില്ല പറഞ്ഞിട്ട് ചന്ദ്ര കുറേ ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും വർഷയും ശ്രീകാന്തും കൂടിയും പോയിട്ട് പുറത്ത് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അവർ പോയി പുറത്ത് കഴിക്കാമെന്ന് പറയുന്നത് രേവതി ചേച്ചിയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രുതിയും കൂടിയും പറയുന്നുണ്ട് ഞങ്ങളും പുറത്ത് പോയി കഴിക്കാം. അപ്പോൾ ചന്ദ്ര അവസാനം കുടുങ്ങി. ചന്ദ്രയ്ക്ക് ആരും ഒന്നും ഉണ്ടാക്കി കൊടുക്കാമല്ലോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി രേവതിയെ കൂട്ടി ആസ്പത്രിയിൽ പോകണം. ആസ്പത്രിയിൽ പോയി ഡോക്ടറൊക്കെ ട്രിപ്പൊക്കെ കയറ്റി ഇറങ്ങി വരുന്ന സമയത്തുണ്ട് നമ്മുടെ ആദിയും ആക്സിഡൻറ്റ് പറ്റിയിട്ട് വിമല കൊണ്ടുവരുന്നുണ്ട്. ആദിക്ക് എന്താ പറ്റിയെന്ന് അറിയാതെ വിമല വല്ലാതെ കരയുന്നുണ്ട്. ആ സമയത്ത് ആണ് രേവതി ഇറങ്ങി വരുന്നത്. അപ്പോൾ രേവതി സച്ചിയോട് പറഞ്ഞ് സച്ചിയേട്ടാ നോക്ക് വിമല നമ്മുടെ ആദ്യം വരുന്നുണ്ട്. അപ്പോൾ ആദിക്ക് എന്താ പറ്റിയ പറയുമ്പോൾ അവർ വിമല ഇങ്ങനെ വെറുതെ കരയാണ്. അപ്പോൾ എന്തായാലും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിട്ട് ആദിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. ആദിയുടെ 2 കണ്ണിലും ഞരമ്പൊക്കെ ഭയങ്കര വീക്കാണ്. എന്തായാലും ഒരു ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. അത് കേട്ട് വിമല വല്ലാതെ കരയുന്നുണ്ട്. വിമല ശ്രുതിയെ വിളിക്കുന്നുണ്ട്. ആ ശ്രുതിയാണെങ്കിൽ ആ നേരത്ത് ആ കടയിൽ ഭയങ്കര തിരക്കാണ്. അവൾക്ക് ആ വാഷിംഗ് മെഷീൻ നോക്കാനോ അതിനൊക്കെ ഒരുപാട് ആൾക്കാർ വേണ്ട, ഒരുപാട് തിരക്കാണ്. എന്തായാലും വിമല വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ ആദിക്ക് ആക്സിഡൻറ്റ് പറ്റി അവനൊരു ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അവൾക്ക് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമാവുന്നുണ്ട്. എന്തായാലും സച്ചിയും രേവതി ആവേണ്ട അടുത്ത് തന്നെ ഇരിക്കേണ്ട. അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് പോകുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതുപോലുള്ള എപ്പിസോഡ് വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള എപ്പിസോഡ് വിവരങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.